പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇടവക്കൂറിൻ്റെ ഫലമാണ് നോക്കുന്നത്. കാർത്തികയുടെ ബാക്കി 3/4 ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും 11-ാം ഭാവാധിപനുമായ വ്യാഴമാണ് 3-ാം ഭാവത്തിൽ ഉച്ചനായി വന്നു ചേരുന്നത്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടായി വരുന്നതാണ്. രോഗപീഠകൾ കുറച്ചു കൊണ്ടുവരാനുള്ള ചികിത്സാ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നതാണ്. ആയുസ്സും ആരോഗ്യവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ക്രിയാപദ്ധതികളൊക്കെ തയ്യാറാക്കുന്നതാണ്. ചികിത്സകളൊക്കെ ഫലപ്രദമായിട്ട് തന്നെ മാറും. സഹോദരസ്ഥാനീയരായിട്ടുള്ള വ്യക്തികളുടെ സഹായം ലഭിക്കും. അയൽവക്കക്കാരും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം നമുക്ക് ദൃഢമാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ആശയവിനിമയങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നാവുകൊണ്ട് ഉപജീവനം നടത്തുന്ന, പ്രത്യേകിച്ച് ആങ്കറിങ് അല്ലെങ്കിൽ റേഡിയോ ജോക്കി അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ വക്കീലൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. പുരസ്കാരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അവർക്ക് അവാർഡുകളും മറ്റു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ്. കുറേ കാലമായിട്ട് വിവാഹാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ കല്യാണമൊന്നും ആയിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ്. ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വിവാഹം, അങ്ങനെ പങ്കാളി ഇതൊക്കെ ലഭിക്കുന്നതാണ്. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അത് മാറ്റിയെടുക്കാനുള്ള മൂന്നാവസ്ഥൻ്റെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഇടപെടൽ മൂലം അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. വിദേശ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ചില പുരോഗമനമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടായി വരും. ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പുതിയ നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. കാറ്, ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ മുതലായവയൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഭൂസ്വത്തുക്കൾ കൈവരിക്കാൻ പറ്റുന്നതാണ്. ക്രയവിക്രയാദി കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. കാരണം ധനപരമായിട്ടുള്ള ചെറിയ തട്ടിപ്പുകൾക്കൊക്കെ കാരണമുണ്ട്. പ്രത്യേകിച്ച് വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആത്മീയ ചിന്തകൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. നേതൃത്വ ഗുണവും വർദ്ധിച്ചു വരുന്നതാണ്. ഒറ്റയ്ക്കിരിക്കുന്നതിൽ കൂടുതൽ താല്പര്യമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്.
നമ്മുടെ ക്ഷമാശീലം വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയും കൂടി കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ പരാക്രമത്തിന് കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. സ്പോർട്സ് രംഗത്തും സാംസ്കാരിക രംഗത്തും ഉയർച്ച ഉണ്ടായി വരുന്നതാണ്. പുതിയ ബിസിനസ് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാൻ പറ്റും. ശനി 11ാം ഭാവത്തിൽ ഗുണാനുഭവങ്ങൾ ചൊരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരുന്നതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാകുന്നതാണ്. പുതിയ ഭവനം വയ്ക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭവനത്തിനുമേൽ കടബാധ്യതകളുണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാനുള്ള അവസ്ഥ ഉണ്ടായി വരുന്നതാണ്. ത്വക്ക് രോഗങ്ങൾ ഉള്ളവർക്ക് അത് രൂക്ഷമാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സാ പദ്ധതികൾ അവലംബിക്കേണ്ടതാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ലഭ്യമാകുന്നതാണ്. കരാർ ജോലികളിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ്. പുതിയ ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിൽ ശ്രദ്ധ വേണം. നമ്മുടെ ബാധ്യതകൾക്ക് മേൽ അത് കുമിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയുന്നതാണ്. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള വിഷമതകൾ ഉണ്ടായി വരുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി കാണുന്നുണ്ടെങ്കിലും മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത് വിജയശതമാനത്തെ കുറയ്ക്കാൻ കാരണമാക്കിയേക്കാം. അറിവ് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ പോലുള്ള മേഖലയിലൂടെ കൂടുതൽ പ്രശസ്തി ആർജിക്കാനും ഈ ഒരു കാലയളവ് ഗുണപ്രദമാണ്. ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷാധിക്യങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുകയാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് കൃഷ്ണക്ഷേത്രത്തിൽ പോവുകയും ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുകയും തുളസീലമാല ചാർത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും അവൽക്കിഴി സമർപ്പണം ചെയ്യുകയും ചെയ്യുന്നത് ഗുണകരമാണ്. വിഷ്ണു യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും മത്സ്യങ്ങൾക്ക് അരിയിട്ട് വാരുന്നതും ഗണപതിക്ക് ചതുർത്ഥിയോറും നാളികേരം ഉടയ്ക്കുന്നതും വ്യാഴാഴ്ച ദിവസം ബൃഹസ്പതി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഓം ബൃഹസ്പതയേ നമഃ എന്നുള്ള മന്ത്രമായാലും മതി, അല്ലെങ്കിൽ ധ്യാനമൊക്കെ അറിയാമെന്നുള്ളവർ ധ്യാനം ജപിക്കുന്നതൊക്കെ ഗുണകരമായിരിക്കും. വ്യാഴാഴ്ച ദിവസം ദാനം ചെയ്യുന്നത് ധനപരമായിട്ടുള്ള ക്ലേശത്തെ ചെറുക്കുന്നതാണ്. മാസത്തിലെ ആദ്യത്തെ അവസാനത്തെയും വ്യാഴാഴ്ച നിർബന്ധമായിട്ടും കൃഷ്ണക്ഷേത്രമോ വിഷ്ണു ക്ഷേത്രമോ സന്ദർശിക്കേണ്ടതാകുന്നു. അങ്ങനെ നമുക്ക് ഈ സമയത്തെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളെ മാറ്റിയെടുക്കാനും പോസിറ്റീവായിട്ടുള്ള അംശങ്ങളെ വർദ്ധിപ്പിക്കാനും ഗുണകരമായി മാറുന്നതാണ്. അപ്പോൾ വ്യാഴമാറ്റം കൊണ്ടുള്ള നേട്ടങ്ങളെ പൂർണ്ണമായിട്ട് നേടിയെടുക്കാൻ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. അത് നിങ്ങൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.